പാട്ടുകളിലൂടെയാണ് ഞാൻ ഭാരതിരാജയെ അറിഞ്ഞു തുടങ്ങുന്നത്. റേഡിയോ അവതാരകനായി തുടങ്ങിയ കാലം, അറിയും തോറും അത്ഭുതങ്ങൾ, വിശ്വസിക്കാൻ പോലും കഴിയാത്ത അനുഭവങ്ങൾ. ആ ഭാരതിരാജയ്ക്ക് ഇന്ന് വിട ചൊല്ലുമ്പോൾ ഈ തലമുറയ്ക്ക് പരിചിതമായ തുടരും സിനിമയിൽ പളനിസ്വാമി എന്ന വയോധികനായ സ്റ്റണ്ട് മാസ്റ്ററുടെ റോളിൽ പോലും ആ പ്രായത്തിനും അദ്ദേഹം അത്ഭുതപ്പെടുത്തി. പക്ഷേ അതിനു മുമ്പൊരു കാലമുണ്ട്, ഭാരതിരാജയുടെ കാലം. ഈ പാട്ട് കേട്ടതിനു ശേഷമാണ് ഭാരതിരാജയെ അറിയണമെന്ന് ആഗ്രഹിച്ചത്. 1983 ഭാരതിരാജ സംവിധാനം ചെയ്ത മൺവാസന, ഈ സിനിമയിലൂടെയാണ് രേവതിയെ അദ്ദേഹം വെള്ളിത്തിരയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ പാട്ട് കേൾക്കുമ്പോൾ മലയാളത്തിലെ വെള്ളിച്ചില്ലും വിതറിയെന്ന പാട്ട് ചിലപ്പോൾ ഓർമ്മയിലേക്ക് വന്നേക്കാം. എന്നാൽ ഇണയെന്ന മലയാള സിനിമ ഇറങ്ങുന്നതിനും ഒരു വർഷം മുൻപെയാണ് ഭാരതിരാജയുടെ അലൈകൾ ഒയ്വതിലെ പുറത്തിറങ്ങുന്നത്. 80കളുടെ ഹൃദയം കവർന്ന നിഴൽകൾ എന്ന സിനിമയിലെ ഒരു ഗാനമുണ്ട്. SPB ജാനകി പാടിയ ഡ്യുവറ്റാണ് ഇതെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ ദീപൻ ചക്രവർത്തിയും ഉമാരമണ്ണും ചേർന്ന് പാടിയ പാട്ടാണിത്. അങ്ങനെ ഭാരതിരാജ സിനിമകളിലൂടെയാണ് പുത്തൻ പരീക്ഷണങ്ങൾ ഉണ്ടായത്. അതാണ് സിനിമാ ലോകം പിന്നീട് അനുകരിച്ചതും. ശിവാജി ഗണേശനും രജനീകാന്തും കമൽഹാസനും തുടങ്ങി തമിഴകത്തെ ഒട്ടുമിക്ക എല്ലാവരും ഭാരതിരാജയുടെ കഥാപാത്രങ്ങളാകാൻ ആഗ്രഹിച്ചു, സ്വപ്നം കണ്ടു, അവസരങ്ങൾ ചോദിച്ചു. ശിവാജി ഗണേശൻ നായകനായ മുതൽ മര്യാദയിലെ ഒരു പാട്ടുണ്ട്. 70കളും 80കളും തമിഴകത്തെ എല്ലാ സംഗീത സംവിധായകരും രചയിതാക്കളും ഭാരതിരാജ സിനിമകൾക്ക് വേണ്ടി പാട്ടുകളൊരുക്കി. പിന്നീട് AR റഹ്മാൻ കാലം വന്നപ്പോൾ 99 പുറത്തിറങ്ങിയ താജ്മഹൽ എന്ന സിനിമ. ആരാണ് ഭാരതിരാജ? സംവിധായകൻ, എഴുത്തുകാരൻ, അഭിനേതാവ്, 6 നാഷണൽ അവാർഡുകൾ നേടിയ പ്രതിഭ, 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പ്രതിഭ. അങ്ങനെ ഭാരതിരാജ മടങ്ങുമ്പോൾ ഒരു കാലം കൂടി ഒപ്പം പോകുന്നു. RJ നിയാസ് ഇക്കുട്ടി, K Live.